ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഉള്ളാലത്തേക്ക് പോയിട്ട് പുറത്തെ അങ്ങനെ ഇറ്റ്സ് മീ ചാനൽ ആര് സബ്സ്ക്രൈബ് ആക്കിയിട്ടുള്ളതൊന്നാക്കി ഞാൻ ഇപ്പം സീത ഉള്ളാലത്തേക്ക് ചെല്ലിട്ട് ഇന്ന് രാജ ഉണ്ടായി അവിടെ സീത ഉള്ളാളത്തേക്ക് ചെല്ലിട്ട് ഞമ്മൾ നടന്ന് പുറത്തായി ഇങ്ങനെ ചട ഉയരോണ്ട് പോയിക്കൊണ്ടുള്ള എൻ്റെ കസിനുണ്ടായി കസിൻ്റെ ഒക്കത്തെ പോയിട്ട് പോയി. ഇത് ഞങ്ങൾ നാട്ടകളിൻ്റെ സർക്കിൾ കാണാത്തവരൊന്ന് നോക്കി എണപ്പയറിൻ്റെ ഒരു സർക്കിൾ ഇത് ആണ്. തൊക്കോട്ട് ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ഞങ്ങളെ ഗാഡിൻ്റെ പെട്രോൾ തന്നു. അവിടുന്ന് സീത പെട്രോൾ പമ്പൊക്കെ പോയ ഞമ്മ പെട്രോൾ പമ്പിൽ എത്തിയിട്ട് 500 വിത്തോണ കേട്ടോ. 50 റുപ്യ വീത്തി ചെല്ലും. 50 റുപ്യൻ്റെ പെട്രോൾ വീത്തിയിട്ട് അവിടുന്ന് ഭർത്തായി സീത ഉള്ളാലത്തേക്ക് ഞങ്ങൾ അബ്ബക്ക സർക്കിൾ ഉള്ളാലത്തത് എത്തി. അവിടുന്ന് ഞമ്മ കടലിൻ്റെ അടുത്തൊക്കെ പോകാനായിട്ട് സീത പോയി. ഉള്ളാല കടൽ റോഡൊക്കെ എത്തി. ആ കടൽ റോഡ് നല്ല റോഡും എന്ത് റോഡ് ചെല്ലെങ്കിൽ ആരും പരിവാരിയെ നാട്ടുകാരും അങ്ങനത്തെ റോഡ് ഭാരി ಖುಷಿಯಾയി. ഈ മൈക്കാലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു റോഡും ഒരു വ്യവസ്ഥ കടൽ റോഡൊക്കെ മണി വാടമില്ല, മൽപ്പല് പോലും ഇല്ല. അങ്ങനെ ഭാരി ഷോക്കുണ്ട് റോഡ്. അവിടുന്ന് സീത കടലിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ട് കുറച്ച് മുന്നൊക്കെ പോകുമ്പോൾ അവിടെ കാട്ടം പോലത്തെ സാധനം കാട്ടായിട്ടിരിക്കല്ല, നായ്ക്കെല്ലാം ഭയങ്കര കൊസിൻ്റെ ഉറക്ക്. മനുഷ്യന്മാർക്ക് നിൽക്കാൻ പോലും ആകുന്നില്ല, അത്ര സുഗന്ധം വന്നോണ്ട്. അവിടെ സുഗന്ധം ആണ്. ഫുള്ള് നല്ല ഫ്രഷ് നാട് പോലായിട്ടുണ്ട്. ആയിരക്കണക്കിൽ ആൾ കൂടുന്ന ജാഗ. ഒരു ക്ലീൻനെസ് ചെല്ലിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ കണക്കിലാക്കിയിട്ടില്ല വൈ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി ഭാരി ಖುಷಿಯಾയി. ഉള്ളാളം നാട് ഭാരി ചന്തല്ലേ. അപ്പോൾ അവിടുന്ന് ഞമ്മ പുറത്തായി. അസ്സലാമു അലൈക്കും, ബൈ.